എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്ക്, ഈ വർഷം അവസാനം 2023 അവസാനിക്കുന്നു. അതിൻ്റെ അവസാന മാസം ഡിസംബറിൽ നമുക്ക് ഒരാഘോഷം, ക്രിസ്മസ്. അത് കഴിഞ്ഞ് പിന്നീടൊരു പുതുവത്സര ആഘോഷമുണ്ട്. ഈ രണ്ട് ആഘോഷങ്ങൾ ഒരു പക്ഷേ നമ്മൾ കരുതുന്നതിലപ്പുറം നമ്മുടെ ആഘോഷങ്ങളൊക്കെ അതിര് വിട്ടു പോകാൻ സാധ്യതയുള്ളതും അങ്ങനെ നമ്മളെ അനുഭവത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഇങ്ങനെ അതിര് വിടാതിരിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും ധാരാളം നിബന്ധനകളും നിർദ്ദേശങ്ങളൊക്കെ സാധാരണ ലഭ്യമാവാറുണ്ട്. പക്ഷെ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് ലഭ്യമായ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ആ ആഘോഷങ്ങൾ തിമിർത്താടുന്ന ഒരു രീതി കണ്ടുവരുന്നു. ഇവിടെ ആദ്യമായി പറയാനുള്ളത്, ആഘോഷങ്ങളൊക്കെ അത് നടത്തുമ്പോഴല്ല, അത് കഴിഞ്ഞ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. അതായത് ആ ആഘോഷത്തിൻ്റെ അനുഭവങ്ങളെല്ലാം നമുക്ക് പിൽക്കാലത്ത് നല്ലതായിട്ട് പങ്കുവെക്കാൻ പറ്റണം. പക്ഷേ ഇന്ന് ഓരോ ആഘോഷത്തിൻ്റെയും പിന്നാമ്പുറത്ത് നമുക്കറിയാം, അതിനുശേഷം ഓരോ വീടുകളും ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ അച്ഛനമ്മമാർ, രക്ഷിതാക്കൾ വളരെയധികം ജാഗ്രത കാണിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്ന ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം. ഒരു വീട്ടിൽ ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമപ്പെട്ടു, അല്ലെങ്കിൽ അവനത് ഉപയോഗിക്കാൻ തുടങ്ങി, അവളത് ഉപയോഗിക്കാൻ തുടങ്ങി എങ്കിൽ അത് വലിയ ഒരു പ്രയാസപ്പെടുന്ന കാര്യമായിട്ട് രക്ഷിതാക്കൾ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അതിനേക്കാളും വലുതാണോ ചെറുതാണോ റോഡപകടങ്ങൾ? വളരെ പോലീസിനെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും മാത്രം പേടിച്ച് കുട്ടികൾക്ക് മോട്ടോർ സൈക്കിൾ കൊടുക്കാതിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ല പേടിക്കേണ്ടത്. പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ മക്കളെ മേലെ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നടപ്പിലാക്കാൻ അവർ ജീവിച്ചിരുന്നേ മതിയാവും, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു അപകടം വായിച്ചു. 10ാം ക്ലാസ്സുകാരൻ അവൻ ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മതിലിടിച്ച് മരണപ്പെടുകയുണ്ടായി. അവൻ യാത്ര ചെയ്തത് മദ്രസ പഠനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അവരുടേതായിട്ടുള്ള മറ്റ് കളിസ്ഥലങ്ങളിലേക്കും പോകാൻ വാഹനങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളോട് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ട മയക്കുമരുന്നിനേക്കാളൊക്കെ എത്രയോ വലുതാണ് റോഡപകടങ്ങൾ. അത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന ആ മോട്ടോർ സൈക്കിളുണ്ടല്ലോ, അത് മയക്കുമരുന്നുകളേക്കാൾ എത്രയോ അപകടകാരിയാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു കുട്ടിയെ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും മറ്റിടത്തും വീണ്ടെടുക്കാൻ കഴിയും, പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയും. ആ പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയുന്ന ആ ഒരവസ്ഥയെ നമ്മളെല്ലാവരും വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ വളരെ പേടിയോടുകൂടി കാണുന്നെങ്കിൽ, റോഡപകടങ്ങളെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന രക്ഷിതാക്കളോട് ആദ്യമേ ഈ വാക്ക് പറയട്ടെ, തെറ്റാണ്. നമ്മുടെ സമൂഹത്തോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ യുവതലമുറയോടും ചെയ്യുന്ന ഒരു തെറ്റാണ് ഇത്തരത്തിലുള്ള മൗനാനുവാദങ്ങൾ, വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള ആ ഒരു അനുവാദം.